ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് കോക്കി. കോക്കി എന്ന് പറഞ്ഞാൽ സിന്ധിയുടെയൊക്കെ പ്രത്യേക ഒരു നാശ്തയാണ്, ബ്രേക്ക്ഫാസ്റ്റാണ്. അവർ മിക്കപ്പോഴും തയ്യാറാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കോക്കി. അത് ഇനി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണയാണെങ്കിലും ഒഴിക്കാവുന്നതാണ്. എണ്ണ ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഉണ്ട പിടിച്ച് നോക്കണം. അപ്പോൾ പിടിച്ച് നോക്കുമ്പോൾ അറിയാം അത് പിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്ര എണ്ണ ആവശ്യമാണ് അർത്ഥം. അതിന് ശേഷം നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അരിമോദകം 1 ടീസ്പൂൺ അരിമോദകം ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാവുന്നതാണ്. ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ 3 പച്ചമുളക് ഞാനവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയാണെങ്കിൽ 2 ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചെങ്കിൽ സവാള ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി മല്ലിയില ഇട്ട് നമുക്ക് നല്ലതായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതാണ്. അത് നല്ലതായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിനി അതിലോട്ട് ശകലം വെള്ളം ഒഴിച്ച് ശകലമായിട്ട് നമുക്ക് ഡോ തയ്യാറാക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ച് തയ്യാറാക്കൽ നമ്മൾ പൂരിക്ക് എങ്ങനെ ആട്ട ഇച്ചിരി തിക്കായിട്ടുള്ള ആട്ടയാണല്ലോ നമ്മൾ റെഡിയാക്കുന്നത്, അതുപോലെ ഹാർഡായിട്ടുള്ള ഡോ ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ. അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല ഒത്തിരി സോഫ്റ്റും അല്ല ഒത്തിരി ഹാർഡും അല്ല. അതുപോലെ തന്നെ ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഇനി നമുക്കതിൻ്റെ ബോൾസ് റെഡിയാക്കാവുന്നതാണ്. ഇത്രയും ആട്ടയും കൂടെ ഒരു 7 ബോൾസാണ് ഞാൻ റെഡിയാക്കിയത്. ചപ്പാത്തിക്ക് നമ്മൾ എടുക്കുന്നില്ല അത്രയും ചെറിയ ബോൾസ് ആയിരിക്കില്ല, വലിയ ബോൾസ് ആയിരിക്കണം. ഇനി നമുക്കത് പരത്തിയെടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിലോട്ട് ശകലം നമുക്ക് ആട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇത്രയും വലിപ്പമാകാവൂ, ഒത്തിരി പത്തലായിരിക്കില്ലേ, ഇത്രയും തിക്നെസ് ആയിരിക്കണം. ഇനി നമുക്കൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കത് ചുട്ടെടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലായിരിക്കണേ, ഹൈ ഫ്ലെയിമിലായിരിക്കല്ലേ. ഇനി ഒരു നൈഫ് എടുത്തിട്ട് ആട്ട മുക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വരഞ്ഞ് കൊടുക്കാം. ഒരു ഡിസൈനായിട്ടും ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഒത്തിരി തിക്കായിട്ടുള്ളതാകുമ്പം അകം വേകാൻ സമയമെടുക്കും. ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ പെട്ടെന്ന് വേവും. ഇനി അത് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാവുന്നതാണ്. 2 സൈഡും വെന്തതിന് ശേഷം മാത്രമേ അതിലോട്ട് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തേച്ച് കൊടുക്കാവൂ. കോക്കനട്ട് ഓയിലായിരിക്കല്ലേ, സൺഫ്ലവറോ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ തേച്ച് കൊടുക്കാവൂ. നിങ്ങളുടെ കയ്യിൽ ഏതാ അവൈലബിൾ എന്ന് വെച്ചാൽ അത് തേച്ച് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ഒരു സൂപ്പർ ഒരു റെസിപ്പിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകിട്ട് ഈവനിങ് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നല്ല ഒരു ടേസ്റ്റായിട്ടുള്ളതാണ് ഇത്. റൈത്തയുടെ കൂടെ അച്ചാറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. നല്ല അടിപൊളി ഒരു സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ അത് റെഡിയായി. ഇനി സെർവിങ് പ്ലേറ്റോട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.